എത്ര രൂപയായിരുന്നു? 10,000. അപ്പോൾ അവർ ഉടനെ വേറെ GP നമ്പർ തന്നു. അപ്പോൾ അവർ കുറേ അത് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ഫ്രണ്ടാണ്, പത്മശ്രീ കിട്ടിയ രഞ്ജന. അപ്പോൾ അവരുടെ തന്നെ വാട്സാപ്പിൽ നിന്ന് പെട്ടെന്നൊരു അത്യാവശ്യമാണ്, ഐ ആം അഷേംഡ് ഓഫ് ആസ്കിങ് യു, ക്യാൻ യു പ്ലീസ് സെൻഡ് മീ സം മണി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ചോദിക്കാൻ മടിയുള്ള ഒരു ഫ്രണ്ട് വാട്സാപ്പിൽ കൂടെ ചോദിക്കുകയാണ്. എങ്കിലും ഞാൻ തിരിച്ച് വിളിച്ചു. അപ്പോൾ അവർ ഫോൺ എടുത്തില്ല. അത് നേരിട്ട് പറയാനുള്ള മടിയുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവരുടെ വാട്സാപ്പിൽ നിന്ന് വന്ന മെസ്സേജ് ചെയ്തുകൊണ്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തു. സഹായിക്കാനുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് പറ്റിപ്പോയി. അല്ല, പിന്നെ ഞാൻ സൈബറിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അവരിക്കും എത്ര രൂപയായിരുന്നു? 10,000. പക്ഷെ അവർ വീണ്ടും കുറച്ച് പൈസ പോയി എന്നുള്ളത് ഒരു പോയിന്റ്. വേറൊന്ന്, എൻ്റെ വാട്സാപ്പും ഹാക്ക് ചെയ്യാനുള്ള എല്ലാം ഒരു ലക്കിലി ഞാൻ കുറേ നേരം ഓൺലൈനിലുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എൻ്റെ ഫോണിൽ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് പറ്റിക്കാൻ, മീൻസ് എൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റിയില്ല. മണി തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് അറിയില്ല. പക്ഷേ ഒരാഴ്ചയോളം പിന്നെ ഈ രഞ്ജന ഗോറിൻ്റെ വാട്സാപ്പിൽ അവർ ആക്റ്റീവായിരുന്നു. മീൻസ് ഈ തട്ടിപ്പ് നടത്തിയവർ ആക്റ്റീവായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പെട്ടെന്ന് എന്നെ പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു ജാൻസി റാണി ഫീലിംഗ് ഒക്കെ വന്നു. അവരെ ഒന്ന് കൊടുക്കാൻ നോക്കാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവരപ്പോൾ തന്നെ എന്നോട് കുറച്ചും കൂടെ പൈസ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പൈസ ഉണ്ട്, അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ താങ്ക് യു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്ന ആ GP നമ്പറിൽ വർക്ക് ചെയ്യുന്നില്ല, അത് വേറെ നമ്പർ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവർ ഉടനെ വേറെ GP നമ്പർ തന്നു. അപ്പോൾ അവർ കുറേ GP നമ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപാടി. തട്ടിപ്പ് തന്നെയാണ്. തട്ടിപ്പ് തന്നെയാണ്. കുറേ GP കൂടെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴേ ഒരിക്കലും അത് നമ്മൾ തട്ടിപ്പാണെന്ന് വിചാരിക്കില്ല. കാരണം എല്ലാ ഐഡൻറ്റിറ്റിയും ഉള്ള ഒരാളല്ലേ GP എടുക്കുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ തട്ടിപ്പ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ എൻ്റെ ഒരു ആബ്സെൻറ്റ് മൈൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു നന്മ, നമ്മുടെ ഒരു ഫ്രണ്ട് പൈസ ഒരു അത്യാവശ്യത്തിന് ചോദിച്ചാൽ പൈസ എല്ലാവർക്കും ഉപകരിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്ത് സഹായിക്കാൻ നിന്നതാണ്. അത് കുറച്ച് എനിക്കതുകൊണ്ട് എൻ്റെ ഉപദ്രവമായി. പൈസ പോയത് പൊട്ടയെന്ന് വിചാരിച്ചാൽ പോലും വാട്സാപ്പ് ഹാക്ക് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് കുറച്ച് നേരം വാട്സാപ്പിൻ്റെ കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരം ഓൺലൈനിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഹാക്ക്ഡ് ആവുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിന്യൂസ്ലി ഓൺലൈനിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയില്ല. അവർക്ക് കയറാനുള്ള കോഡ് വന്ന സമയത്ത് എൻ്റെ ഫോണിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വന്നു. അതുകൊണ്ടാണ് ആ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ശേഷം അവരൊരാഴ്ചയായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പുള്ളിക്കാരി എന്ത് പറഞ്ഞു? അല്ല, അവർ ഫോൺ എടുത്തോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ചിത ആരെങ്കിലും പൈസ വെച്ചാൽ കൊടുക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം വിളിക്കുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കത്തുണ്ടോയെന്ന് വെച്ചപ്പോൾ അവരെന്തോ പ്രോഗ്രാമിൽ എന്തോ ആയിരുന്നു, എടുത്തില്ല. പക്ഷെ അവർക്ക് ഓൾറെഡി അവരുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തിരിക്കുകയല്ലേ. അവരറിഞ്ഞിട്ടില്ല ഇത്? അവരറിഞ്ഞു. ഞാൻ വിളിക്കുന്ന സമയത്ത് അവരറിഞ്ഞു. ഓക്കെ, ശരി.